ആഫ്രിക്കയിൽ ഭൂമി പൊട്ടുന്നു, പുതിയ സമുദ്രം രൂപപ്പെടുന്നു. എത്യോപ്യയിൽ ഭൂമിക്കടിയിൽ ഹൃദയമിടിപ്പ്. ശാസ്ത്രജ്ഞർ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. എത്യോപ്യയിലെ അഫാർ മേഖലയ്ക്ക് താഴെ ഒരു മനുഷ്യ ഹൃദയത്തിൻ്റെത് പോലുള്ള സ്ഥിരവും താളാത്മകവുമായ സ്പന്ദനം ഭൂഖണ്ഡത്തെ പതിയെ വേർപെടുത്തുന്നു. ഈ ഭൂഗർഭ പ്രവർത്തനം ഒരു പുതിയ സമുദ്രത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ശാസ്ത്രജ്ഞർ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭൂമി അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അടുത്തിടെ നടത്തിയ ഒരു ഗവേഷണത്തിൽ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് പോലുള്ള ഒരു ചലനം ആഫ്രിക്കയിൽ ഭൂമിക്കടിയിൽ അനുഭവപ്പെടുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ എത്യോപ്യയിലെ അഫാർ മേഖലയിലെ ഭൂമിക്കടിയിൽ ഈ ചലനം നടക്കുന്നുണ്ട്. ഇത് ആഫ്രിക്കയെ ക്രമേണ 2 ഭാഗങ്ങളായി വിഭജിക്കും. ദീർഘകാല ഗവേഷണത്തിന് ശേഷം ഭൂമിക്കടിയിൽ നിന്നുള്ള ഈ ചലനം ഭാവിയിൽ ഭൂഖണ്ഡത്തെ കീറിമുറിച്ച് ഒരു പുതിയ സമുദ്രം സൃഷ്ടിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു. എന്നിരുന്നാലും ഇത് സംഭവിക്കാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. അതായത് ഒരു പുതിയ സമുദ്രം രൂപപ്പെടാൻ. ശാസ്ത്രജ്ഞർ മറ്റെന്താണ് കണ്ടെത്തിയത്? എത്യോപ്യയിലെ അഫാർ മേഖലയ്ക്ക് കീഴിൽ ഉരുകിയ മാഗ്മ മുകളിലേക്ക് മർദ്ദം ചെലുത്തുന്നതായി സതാംപ്ടൺ സർവകലാശാലയിലെ ഗവേഷണ സംഘം കണ്ടെത്തി. ഈ മർദ്ദം ഹൃദയമിടിപ്പ് പോലെ അനുഭവപ്പെടുകയും ഈ ചലനം കാരണം ഭൂഖണ്ഡം തകരുകയും ചെയ്യുന്നു. ആഫ്രിക്കയുടെ ഭൂമിക്കടിയിൽ വർദ്ധിച്ചു വരുന്ന ഈ മർദ്ദം ഭാവിയിൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മാറ്റുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. അതായത് ഇതിൽ നിന്നും ഒരു പുതിയ സമുദ്രം രൂപപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന്. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ അഫാർ മേഖലയ്ക്ക് താഴെയുള്ള പുറന്തോടും ആവരണവും പഠിക്കുന്ന ഒരു സംഘം പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുമ്പോൾ ഭൂമി വികസിക്കുകയും നേർത്തതായി തീരുകയും ചെയ്യുന്നു എന്നാണ്. ഈ പ്രക്രിയ തുടർന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ഭൂമി വിഘടിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ സമുദ്രതടം രൂപപ്പെടും. ഭൂമിക്കടിയിൽ ഹൃദയമിടിപ്പ് പോലുള്ള പ്രക്രിയ മനസ്സിലാക്കാൻ അഫാർ മേഖലയിൽ നിന്നും മെയിൻ എത്യോപ്യൻ റിഫ്റ്റിൽ നിന്നും 130ലധികം അഗ്നിപർവ്വത പാറകളുടെ സാമ്പിളുകൾ ശേഖരിച്ചതായി ഗവേഷണ സംഘം പറഞ്ഞു. ഉപരിതലത്തിന് താഴെയുള്ള പുറന്തോടും ആവരണവും പഠിക്കാൻ ഗവേഷണ സംഘം നിലവിലുള്ള ഡേറ്റയും നൂതന സ്ഥിതിവിവരക്കണക്ക് മാതൃകകളും ഉപയോഗിച്ചു.